ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ നമ്മുടെ മൈൻഡാണ് നമ്മുടെ ഇതല്ലാതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഒരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊന്ന് മനസ്സിലാവും. നമ്മൾ കണ്ടിട്ടുണ്ടോ, എപ്പോഴും എല്ലാവരും നെഗറ്റീവ് പാർട്ടാണ് നമ്മൾ ഏറ്റവും അട്രാക്റ്റീവ്, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണ വന്ന സമയത്ത് എല്ലാവരും കൊറോണ വന്നു എല്ലാം ഈ ലോകം മുഴുവൻ അടച്ചിരുന്ന ഒരു സമയമാണ് അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കച്ചവടങ്ങൾ മുടങ്ങി, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, സ്കൂൾ ഓൺലൈൻ ആയതുകൊണ്ട് കുട്ടികൾക്കത് പറ്റും. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചത്, ആദ്യത്തെ ആ ഒരു ഭയം കുറച്ച് പോയി. എത്രയോ കടക്കാരൊക്കെ കടകളൊക്കെ സാധനങ്ങളൊക്കെ നഷ്ടം വന്നിട്ട് ആദ്യത്തെ ദിവസം മരണത്തോടുള്ള ഭയം കൊണ്ട് ആ ഭാഗം ശ്രദ്ധിക്കാതെ നമ്മുടെ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അകത്തിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഫുഡിന് ബുദ്ധിമുട്ട്, പുറത്ത് പോകാൻ പറ്റില്ല, ബിക്കോസ് കാശ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. കാശ് അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ആരെങ്കിലും കൊണ്ടുവന്ന് തരണം അല്ലേ. കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നമ്മൾ പോയി മേടിക്കുന്ന പോലെ നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പോൾ കുറേ ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞപ്പോൾ പതിയെ എന്താ പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്നുള്ളതായി ആണുങ്ങളുടെ ചിന്ത. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു രീതി. അപ്പോൾ ആ ഭയം പതുക്കെ നമ്മളിൽ നിന്ന് പോയി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കടകളും കച്ചവട സ്ഥാപനങ്ങളും കമ്പനികളൊക്കെ തുറന്ന് നോക്കുമ്പോൾ അവിടെ വൻ നഷ്ടമാണ്. ലോൺ എടുത്തിട്ട് ചെയ്യുന്നവർക്ക് ലോൺ അടയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ബാങ്ക് ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊറട്ടോറിയം പീരീഡ് വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ പലിശ അടയ്ക്കണം. ഇനി പലിശ അടയ്ക്കണമെങ്കിൽ കടക്കാർക്ക് എന്താ ചെയ്യുക, കമ്പനിക്കാർ അവർക്ക് ഇൻകം കിട്ടണം അല്ലേ. നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പതുക്കെ ആദ്യത്തെ ആ ഒരു ഭയം പോയി. പിന്നെ എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കായി മൊത്തം ജനങ്ങൾ, മൊത്തം ലോകം അങ്ങനെ പതുക്കെ പിന്നെ അതിൽ നിന്നുള്ളൊരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്നൊരു അതായത് നമ്മൾ ജീവിക്കുകയും വേണം, എന്നാൽ പ്രൊട്ടക്റ്റഡും ആയിരിക്കണം എന്നുള്ള മാസ്ക് എന്നൊരു സാധനം വന്നു. കറക്റ്റല്ലേ. അപ്പോൾ നമ്മൾ മാസ്ക് വെച്ചു. ഈ മാസ്ക് വെക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഞാനൊന്നും അധികം മാസ്ക് യൂസ് ചെയ്തില്ല, യൂസ് ചെയ്തിട്ടില്ല. പോലീസുകാരെയൊക്കെ കാണുമ്പോൾ ജസ്റ്റ് എന്തായാലും അതിനിങ്ങനെ വെക്കുന്നതല്ലാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ യാതൊരു പേര്, ബിക്കോസ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കുട്ടിക്കാലത്ത് തൊട്ടൊരു മമ്മി പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അതായത് ഇവൾക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റിയാണ്. എനിക്കങ്ങനെ പനി ജലദോഷം അങ്ങനെ ഒന്നും വരികയില്ല. സ്കൂളിൽ എപ്പോഴും ഫുൾ അറ്റൻഡൻസ് കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തൊക്കെ തോലതായി തുടങ്ങി, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. മാസ്ക് വെച്ചിട്ട് ചൂടത്ത് നമ്മുടെ അവിടുത്തെ അങ്ങനെ പതുക്കെ ആൾക്കാർ മാസ്ക് തന്നെ ഈ പറഞ്ഞ പോലെ മൂക്കിൻ്റെ ഇത് ഇവിടെ വയ്ക്കും, മൂക്കിൽ കൂടിയാണ് ശ്വാസം എടുക്കുന്നത്, മാസ്ക് ഇവിടെ ആയിരിക്കും സംസാരിക്കണോടത്ത്. അങ്ങനെ എന്താ അറിയാം, നമ്മുടെ ഉള്ളിലത്തെ ഭയം പോയി തുടങ്ങി. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാതും. നമ്മൾ ആദ്യം ഒന്നിനെ പേടിച്ചു, പിന്നെ എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയായി. അപ്പോൾ നമ്മൾ തന്നെ അത് മാറിയതാണ്. ആരും നമ്മളെ വന്ന് പറയാനോ എടുക്കാനോ പോയില്ല. ഓക്കെ, അപ്പോൾ അതൊരിത്. അതേപോലെ തന്നെ ഏറ്റവും ഒരു ഇതുപോലെ ഇപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ വേറൊരു കാര്യം പറയാം, വളരെ നിസ്സാരമായിട്ട് ആരും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ ആൾക്കാർ പറയുമ്പോൾ കുട്ടികളെയൊക്കെ പുറത്തുകൊണ്ട് കഴിഞ്ഞാൽ നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് തട്ടെന്നുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് ട്വിൻസാണ്. അപ്പോൾ ഞങ്ങൾ ആകെ കൂടി പുറത്ത് കൊണ്ടുപോകുന്നൊരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കാനാണ് ഞാൻ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകാം. പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതായത് നമ്മൾ കാറിലിരുത്തും, ടോക്കൺ വന്ന് വിളിക്കുന്ന സമയത്താണ് കാറിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനും അത് ചെയ്തിരുന്നു. പക്ഷേ എത്ര മണ്ടത്തരമെന്ന് ഇപ്പോഴാണ് എനിക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ലൈക്ക് നമ്മൾ കടയിൽ പോയിട്ട് കുഞ്ഞു വാവാളെയും കൊണ്ട് പോയിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, നല്ല ബോസ് ബാൻസ്, പിന്നെ എല്ലാം മാച്ച്, എന്താ പറയുക, മാച്ചിങ് ഗ്ലൗസ്, ഷൂസ്, സോക്സ് എല്ലാം ഉണ്ട്. ഉറപ്പായിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലേ. അപ്പം എന്തായാലും ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടെന്ന് പറയും. അതിനാണല്ലോ നമ്മളിതൊക്കെ എടുക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് ചെയ്തുകൂടെ. കുട്ടീനെ ഏറ്റവും വൃത്തികെട്ട ഡ്രസ്സ്, ഈ തുണിക്കടയിലൊക്കെ ഇത്രയും നല്ല ഡ്രസ്സ് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും പൊട്ട ഡ്രസ്സ് വെച്ചോളൂ, ഏറ്റവും വൃത്തിയായിട്ട ഡ്രസ്സ് വെച്ചോളൂ. വൃത്തിയായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ലുക്കില്ലാത്തൊരു ഡ്രസ്സ് വെച്ചൂടെ. ഒരു ലുക്കില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ തന്നെ ഈ ആൾക്കാർ കളിയാക്കും. മിണ്ടാതിരുന്നുണ്ട്, ബിക്കോസ് അവർക്ക് കണ്ണു തട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരുന്നൂടെ. അല്ല,
അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഡ്രസ്സ് മേടിച്ച് നല്ല രീതിക്ക് അണിഞ്ഞൊരുങ്ങി പോയി കുഞ്ഞു വാവകളെ ആയാലും ആരായാലും നല്ലപോലെ ഒരുക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്? എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കും ആ കുട്ടീനെ കാണുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു മാലാഖ കുട്ടികളുടെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ കുട്ടികളായാലും നല്ല സുന്ദരിയായിരിക്കുന്ന ആ ഒരു ലുക്ക്. ആണുങ്ങളായാലും അവർക്ക് ആകെ പാൻറ് ഷർട്ടോ അല്ലെങ്കിൽ മുണ്ടാണെങ്കിൽ അവർ അതിൽ തന്നെ ഏറ്റവും നല്ലത് അവരെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഏറ്റവും പൊട്ട ഡ്രസ്സ് എടുത്തിടും. മുഖത്തിയും കുഞ്ഞുവാവകളൊക്കെ കണ്ണെഴുതി ഒരുക്കണതിനെക്കാട്ടിലും നല്ലത് കുറച്ച് കരി വാരി തേച്ചിടും. ആരും കണ്ണ് വെക്കില്ല, കുട്ടി വീട്ടിൽ വന്നാൽ കരയില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതൊരാളും ആ കുഞ്ഞുവാവനെ നോക്കിപ്പോൾ ഒരു അണിഞ്ഞൊരുങ്ങി പോയി കഴിഞ്ഞാൽ ഏതൊരാളായാലും ആ അണിഞ്ഞൊരുങ്ങി പോകുന്നവരെ നോക്കിപ്പോൾ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളെയും നോക്കാറുണ്ട്, ആണുങ്ങളെയും നോക്കാറുണ്ട്. ബിക്കോസ് നല്ല ഡ്രസ്സാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആരെങ്കിലും വന്നിട്ട് പറയണം നല്ല രസമുണ്ട് കുഞ്ഞുവാവകൾ, ഇതൊക്കെ ഇട്ടിട്ട് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം പറയും പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടി കരയും. അപ്പോൾ പറയും കണ്ണ് തട്ടിയതാണ്, കണ്ണ് വെച്ചതാണ് കേട്ടോ എന്ന് പറയും. നമ്മളല്ലേ ഇതിന് കാരണക്കാരായത്. ഇത്രയും നല്ല ഡ്രസ്സ് മേടിച്ച് കഴിഞ്ഞാൽ ആരായാലും പറയും. പക്ഷേ ആക്ച്വലി കുട്ടി കരയുന്നത് അതുകൊണ്ടൊന്നും അല്ല. നമ്മൾ തന്നെ ഇപ്പോൾ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സേഫ് സോൺ, ഒരു വീട്ടിൽ നമ്മളിപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടോ ലേഡീസ്, നമ്മൾ സാധാരണ ഓഫീസിലൊക്കെ പോണ സമയത്ത് ഓഫീസിൽ പോയി നമ്മളൊരു ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോളേജിലൊക്കെ പോണ സമയത്ത് വീട്ടിൽ നിന്ന് ബസ്സിൽ കറക്റ്റ് ആ കോളേജ് കറക്റ്റ് ആ കോളേജിലേക്ക് പോയി അവിടെ നിന്ന് അടുത്ത ബസ് കയറി വേറൊരു സ്ഥലത്തേക്ക് പോയി എനിക്ക് ഭയങ്കര ടയർഡാവും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതൊരു മൈൻഡിൻ്റെതാണ്. ഞാൻ എന്നും പോകുന്നു ആ റൂട്ട് കഴിഞ്ഞാൽ അടുത്ത റൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി ക്ഷീണമാവും, തലവേദനയ്ക്കും. ഓക്കെ, ഇതെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു കുഞ്ഞുവാവനെ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ ആ ഒരു ഡെയിലി റൂട്ടീനിലൊരു മാറ്റം വന്നു. മാറ്റം വരുമ്പോൾ കുട്ടികൾ ടയേർഡാണ്, അൺകംഫർട്ടാണ്, അവർക്ക് അന്നത്തെ ആ ഒരു ഇത് മാറി. അപ്പോൾ അവർ കരയണതാണ്. ബിക്കോസ് പുറത്ത് പോയി ഇപ്പോൾ ഒരു കല്യാണത്തിനാണെങ്കിൽ ആകെ ഒരു ചൂടും ഇത് കുഞ്ഞുവാൾക്ക് പറയാനറിയില്ല. ഓട്ടോമാറ്റിക്കലി അവർ കരച്ചിലാണ് തുടങ്ങുക, അല്ലാണ്ട് ആരും കണ്ണു വെച്ചിട്ടൊന്നും അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുദ്ധിയാണ്, നമ്മളാണ് പറഞ്ഞത്. അതായത് നല്ല ഡ്രസ്സ് നമ്മൾ മേടിച്ചെടുത്തിട്ട് ആരെങ്കിലും വന്നിട്ട് കണ്ണ് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ല. എന്നാൽ പിന്നെ നമുക്ക് കുട്ടികൾ വന്നിട്ട് ഇത്ര കരയണമെന്ന് അറിയണമെങ്കിൽ ഒരു പൊട്ട ഡ്രസ്സ് മേടിച്ച് കുറച്ച് കരിയൊക്കെ വാരി തേച്ച് ഇവിടെ കുട്ടികളുടെ ഇവിടെയൊക്കെ വലിയൊരു പൊട്ടും ഇവിടെയൊക്കെ വലിയൊരു പൊട്ടൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകൂടെ? എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല? എന്നുകൊണ്ട് വെച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല ഭംഗിയായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ മറ്റൊരാളും കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ടെന്ന് നമ്മൾ പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നെ അവർ വന്നിട്ട് നമ്മൾ മേടിച്ചു കൊടുത്ത ഡ്രസ്സിന് അവർ നന്നായിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവർ കണ്ണു വെക്കാൻ വേണ്ടിയിട്ട് അവർ കുട്ടി നന്നായിട്ടുണ്ടെന്ന് അവരവരുടെ പാട്ടിന് പോയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ അടുത്ത പരദൂഷണങ്ങൾ, ഇപ്പോൾ ഒരു കല്യാണത്തിന് പറയണമെങ്കിൽ അടുത്ത ആളുടെ സാരിയും സ്വർണ്ണാഭരണങ്ങളും അടുത്ത പരദൂഷണങ്ങളൊക്കെ പറയാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുട്ടികളെ അവർ ശ്രദ്ധിക്കണ്ടാവില്ല. ജസ്റ്റ് കണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും എടുക്കാൻ കൈ കാണിക്കും. അങ്ങനെ അവർ പോയി. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഹിന്ദുക്കളൊക്കെ അമ്പലത്തിൽ പോണവർ ഈ ദൃഷ്ടിദോഷത്തിന് കൊടുക്കും. എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ദൃഷ്ടിദോഷത്തിനും കൊടുക്കാറുണ്ട്. ശത്രുദോഷത്തിന് ഞാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശത്രുദോഷത്തിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പേര് ആക്ച്വലി നമ്മുടെ പേരാണ് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ ശത്രുക്കളുടെ പേര് നാളെ എണ്ണി കൊടുക്കണ്ടേ? ആരെങ്കിലും കൊടുക്കാറുണ്ടോ? ഒരിക്കലുമില്ല. ഈ ഹോമം ചെയ്യുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ പേരും നാളുമാണ് കൊടുക്കുന്നത്. ഈ ശത്രുദോഷത്തിന് നമ്മുടെ ശത്രുക്കളൊക്കെ കണ്ടുപിടിച്ചിട്ട് അല്ലാണ്ടാക്കാൻ ദൈവം കൊട്ടേഷൻ കൊണ്ടൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പേരാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എന്താണ് പേര് നമ്മുടെ. ഇപ്പോൾ നമ്മളെ ഭർത്താവിൻ്റെ പേർക്കും മക്കളുടെ പേർക്കും ഒക്കെ കൊടുക്കും അല്ലേ? നമ്മുടെ പേരല്ലേ കൊടുക്കുന്നത്. ദൈവത്തിന് ഇതൊന്നുമല്ല പണി, കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്നൊന്നല്ല പണി. ആക്ച്വലി അത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലത്തെ ആ ശത്രു മനോഭാവം, ആ ഏതൊരാളോടാണ് നമുക്ക് ദേഷ്യം, അതങ്ങോട്ട് കുറയാന്നുള്ളതാണ്. മനസ്സിലായ? അത് കുറയുമ്പോൾ നമുക്ക് അവരോട് ശത്രുത്വം തോന്നണില്ല. നമ്മളെന്ത് വിചാരിക്കാം? ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതൊന്നുമല്ല. എവിടെ പോയാലും ഏതെവിടെ പോയാലും ഇപ്പോൾ വേറെ പല ബ്ലാക്ക് മാജിക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ അവരുടെ പേര് നാളൊന്നും അല്ല കൊടുക്കുന്നത്, നമ്മുടെയാണ് കൊടുക്കുന്നത്.
പക്ഷെ അവർക്കതറിയാം, നമ്മളിത് ചെയ്തത് നമ്മുടെ മനസ്സിൽ ഇതാണ് എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലായിരുന്നു മാറ്റേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ചെയ്യാമെങ്കിൽ നല്ലത് ചിന്തിക്കും. ഒരാളിപ്പോൾ എന്താ പറയുക, ഏറ്റവും നെഗറ്റീവ് അപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് പേപ്പറിൽ വായിച്ചത്, അതായത് മൊബൈൽ വായിക്കുന്ന കാരണം നോക്കാൻ അമ്മ കുട്ടീനെ റെസ്ട്രിക്റ്റ് ചെയ്ത കാരണം, തടഞ്ഞ കാരണം, ആ കുട്ടി അല്ലാതെ മൊബൈൽ നോക്കിയിട്ട് കുട്ടികൾ എന്തൊക്കെ സാധിച്ചെടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവർ നല്ല ചെയ്യുന്നു, മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്, അവരായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ചെയ്തതിൻ്റെ ആ കാര്യം മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ബാക്കി ഇത്രയും കോടി ജനങ്ങൾ നല്ല നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എത്രയോ പേര് അതിൽ നിന്ന് നല്ല ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യാണ്ട് ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ, ഈ ഒരു നെഗറ്റീവിൽ നോക്കരുത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നെഗറ്റീവാണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു കാരണം നമ്മൾ നെഗറ്റീവ് ഇട്ടാലേ പോസിറ്റീവ് മാത്രം അട്രാക്ട് ചെയ്യുക. ഓക്കെ, പോസിറ്റീവായിട്ടുള്ളത് ചിന്തിക്കാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെഗറ്റീവ് ആരെങ്കിലും പറയുമ്പോൾ, അപ്പോൾ കുറേ പേരുണ്ട് ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലത്തെ അസുഖങ്ങൾ മറ്റേത് മറിച്ച് അവർക്ക് എങ്ങനെ വന്നു, ഏതൊക്കെ രീതിയിൽ വന്നു, അത് പോയി കണ്ടുപിടിച്ചിട്ട് നമുക്ക് വരുമോ എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ ഒരു 70 വയസ്സായ ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധിച്ചെടുത്തോ, നമ്മുടെ എത്രയോ വയസ്സായ മന്ത്രിമാരുണ്ട്. ഞാൻ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരു പാർട്ടിയുടെ ഒരു സപ്പോർട്ടല്ല, അതിപ്പോൾ ഏത് പാർട്ടിക്കാരായാലും ശരി, അവരൊക്കെ വയസ്സായവരാണ്. അവർ കണ്ടിട്ടുണ്ടോ എത്ര വയസ്സായാലും ഒരു നോമിനേഷൻ കൊടുക്കുന്നു, എത്ര വയസ്സായാലും വെയിലത്തും എല്ലാവിടെയും പോയിട്ട് എന്താ പറയുക, ആ വോട്ടിൻ്റെ സമയത്ത് അവർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിലാവുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വയസ്സായവരുടെ കാര്യം നോക്കുക, അവർക്കൊരു എനർജി കണ്ടില്ല. എത്രയോ വയസ്സായവർ എവിടേക്കോ കയറുന്നു, മല കയറുന്നു, ശബരിമല കയറുന്നു. അതേപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു പള്ളിയുണ്ട്, പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് കയറുന്നു, മലയാറ്റൂർ. അപ്പോൾ അത് കയറുന്നു. അതൊക്കെ നോക്കുക. എന്തിനാണ് ഈ ചെറിയ ആവശ്യമില്ലാത്തൊരൊറ്റ കാര്യത്തിൻ്റെ പിന്നാലെ പോകണം? അതിൻ്റെ ആവശ്യമേ ഇല്ല, നമുക്കത് വിട്ട് കളയാം. അപ്പോൾ ഇപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ള പോസിറ്റീവ്, ആരെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് പറയാൻ വന്നു കഴിഞ്ഞാൽ അത് ശരി, ഓക്കെ, അവരുടെ ടോപ്പിക്കിന് നമ്മൾ മാറ്റുക, ഒരു പോസിറ്റീവിലേക്ക് മാറ്റുക. ഒരാളെ നെഗറ്റീവ് പറയാൻ വരുമ്പോൾ നമ്മളതിനെ പോസിറ്റീവിലേക്ക് മാറ്റുക. ബാക്കിയുള്ള നല്ല കാര്യങ്ങൾ ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേർക്ക് ഒരു കാര്യമുണ്ട്, അതായത് അപ്പോൾ ഒരാൾ നെഗറ്റീവ് പറയും. ചില ആൾക്കാരുണ്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കാണ്ട് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർ ആരെങ്കിലും, അത് അവരുടെ സ്വഭാവമാണ് കേട്ടോ. അതായത് അവർ വന്നിട്ട് പറയും, ഒരു നെഗറ്റീവായിരിക്കുമ്പോൾ ആ വീട്ടിൽ കണ്ടില്ലേ, അതായത് ആ കുട്ടി അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ചിലവർ എന്തിനെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ, കണ്ടില്ല, അവരൊക്കെ മറ്റുള്ളവർ അവരില്ലേ, അതേപോലെ അവർ പോകാൻ ഒരുങ്ങി നിന്നു, പക്ഷെ പറ്റിയില്ല, അപ്പോഴേക്ക് കുടുംബത്തിൽ ഇങ്ങനെ എന്ന് പറയും. അതേപോലെ ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്തായാലും ശരി, ഒരു നല്ല രീതിയിൽ കല്യാണം കഴിച്ച് നടക്കുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എന്താ, മറ്റവരുടെ വീട്ടിൽ കണ്ടില്ല, ഇത്രയൊക്കെ ആഘോഷത്തിൽ നടന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായേ, ആ കുട്ടി വീട്ടിലിരിക്കണമെന്ന് പറയും ഈ പറയുന്ന വ്യക്തി. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഗൾഫിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ അവർ പറയും, അതിനെ എന്താ പറയുക, ഗൾഫിലൊക്കെ പോയി ജോലിക്കൊക്കെ പോകുമ്പോൾ കുറച്ച് പേരുടെ ഇതാണ് കേട്ടോ, അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ പറഞ്ഞിട്ട്, ഇപ്പോൾ ഗൾഫിൽ ജോലിക്ക് പോകുകയാണെങ്കിൽ പറയും, അതൊക്കെ ഒരു ഭാഗ്യമാണ്, മറ്റവർ പോയിട്ട് കണ്ടില്ല തിരിച്ചു പോന്നു, ഒരാളുടെ കാര്യമാണ് പറയും. പക്ഷെ ബാക്കി എല്ലാ ദിവസവും ഗൾഫിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്, എല്ലാവരും തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. അതേപോലെ ഇപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവ്സ് കാര്യങ്ങൾ പറയും. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു ഇതാണ്, അപ്പോൾ അതൊക്കെ പോയി അവിടെ എത്തിയാലെത്തി അങ്ങനെ പറയും. ഈവൻ ചെറിയ കാര്യത്തിന് വരെ ഇവർ ആക്ച്വലി എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരിങ്ങനെ പറയണത് കൊണ്ട് കേൾക്കുന്നവർക്ക് അത് നമ്മളത് എടുത്തിട്ട് കേൾക്കുന്നവർ, ഇപ്പോൾ ആരാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ ഗൾഫിൽ പോവുകയാണ് ഒരു വീട്ടിലത്തെ, ഇപ്പോൾ തൊട്ട വീട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ട്, അതൊക്കെ ഒരു ഭാഗ്യമാണ്, അവർ മറ്റവരില്ലേ, അവർ പോയിട്ട് ഒരു ജോലിയൊന്നും ശരി അവിടെ അവർ തിരിച്ചു പോന്നു കേട്ടോ എന്ന് പറയുന്ന ഈ വ്യക്തി എന്താ വിചാരിക്കണം? അപ്പോൾ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കണ അവരോട് പറയാണ്, അതായത് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക്
ചിലവർക്ക് നന്നാവണവരെ കണ്ടുകൂടാ. അപ്പോൾ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കിട്ടും, അവരും ഈ പോണ മോൻ്റെ ജോലി കിട്ടും. പക്ഷെ അതേ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലേക്ക് എടുക്കണം. ഇപ്പം കേട്ട ആളെ അയ്യോ ഇനിയിപ്പോൾ അതാണ് അത് നമ്മൾ വിചാരിക്കേണ്ടത്. ചിലവർ വിചാരിക്കും ഒന്നും കേൾക്കില്ല, ഇവരിപ്പോൾ അതങ്ങോട്ട് വിട്ടുകളയും. ചിലവർ മനസ്സിലേക്ക് എടുക്കാം. ആ പേടിയാണ് നമ്മളെ ഇനിയിപ്പോൾ അങ്ങനെ ആവുമോ എന്ന് വിചാരിക്കുമ്പോൾ. പക്ഷെ ചിലവർ ഇതൊന്നും എടുക്കില്ല. അതിപ്പോൾ അതെന്തെങ്കിലും എല്ലാവരും ഇപ്പം അങ്ങനെ അല്ലല്ലോ എന്ന് വിചാരിക്കാം, പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരും. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറി ഉണ്ട്. ഈ പറയുന്ന ആളുടെ കാറ്റഗറി പറയാം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അങ്ങനത്തെ നെഗറ്റീവ്സ് കേൾക്കാം. നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാണ് സംസാരിക്കുക. അപ്പോൾ അവർ വിട്ടുകളെ അവരുടെ ഭാഗത്തേക്കുണ്ട്. അവരിതാണ് പറയാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയണമെങ്കിൽ നമ്മുടെ ചെവി നമ്മൾ ക്ലോസ് ചെയ്യുക. നമ്മൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേറെ നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് പണ്ടല്ല, ഇപ്പോൾ ഈ മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഫോണിൽ നോക്കും. ഞാൻ ആ ഒരു ഇതെടുക്കില്ല. പക്ഷെ ചില സമയത്ത് ഫോണൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് കയറിച്ചില്ല. അതിനാണ് ഞാൻ പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യും. നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കും. അല്ലാണ്ട് നിങ്ങൾ കുടുംബം കുട്ടിയൊന്നും വിട്ടിട്ട് വേറെ പിടിക്കാനുണ്ട് ഇങ്ങനത്തെയൊക്കെ സാധാരണ എല്ലാവരും ഇവിടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ അപ്പോൾ ഈ പറയുന്നവരെന്ത് വിചാരിച്ചിട്ട് അറിയുവാണ്, ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നല്ലത് നടക്കില്ല, അങ്ങനെ. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ദൈവമായാലും പ്രപഞ്ചമായാലും എന്താണ് ഈ പറയുന്നവർക്ക് ഇതൊക്കെ കിട്ടും. മനസ്സിലായോ? പറയുന്നവർക്കാണ് അത് കിട്ടാൻ. നമ്മളിപ്പോൾ പറയില്ലേ കർമ്മ, നമ്മളെന്താണോ പറഞ്ഞത് നമ്മൾ ചെയ്തത് തിരിച്ചു വരും. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ എല്ലാതും തിരിച്ചു വരും. നോക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ ഒരാൾ നല്ലതിന് പോകണം, അവിടെ ഒരു തടസ്സമിടുക. അവരതാണല്ലോ ആഗ്രഹിച്ചത്. ആ ആൾക്കാർ പണ്ടൊന്നും നടക്കണ്ടാവില്ല. ഈ ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ അവർക്കൊരു ഇതുണ്ടാവും. ആ സമയത്തൊക്കെ അവരെല്ലാ കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ഈ പറഞ്ഞ വ്യക്തിയുടെ ലൈഫിൽ അവർ ചുറ്റും കാര്യങ്ങളൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. അതായത് അവർ നല്ല എന്തെങ്കിലും വരുമ്പോൾ തടസ്സം. ബിക്കോസ് അവരതാണല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ശരിയായില്ല. ഇപ്പോൾ ചിലവർ പഠിക്കാൻ പോവോ, ഇന്നത്തെ കാലത്തൊക്കെ ബിടെക് എല്ലാവരും പഠിക്കുന്നതിന് ആർക്കും ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ അത് അവരുടെ കുടുംബത്തിൽ അത് നടക്കും. ഓക്കെ, അവർക്കും ഉണ്ടാവുമല്ലോ കുട്ടികളും പേരക്കുട്ടികളും മക്കളും ഒക്കെ വലുതായി വരുമ്പോൾ അവർക്ക് നടക്കും. അപ്പോൾ അത് ദൈവം വിചാരിക്കുക ഓക്കെ പഠിക്കാൻ പോയി ജോലി കിട്ടണമെന്നില്ല, കഴിഞ്ഞു. അതൊക്കെ അവരുടെ കാലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് അവരായിട്ട് ചോദിച്ചു മേടിച്ചാണ്. അതുകൊണ്ട് ഒരാളുടെ മുഖത്ത് നോക്കി അത് പറയാതിരിക്കുക, കേൾക്കുന്നവരത് എടുക്കാതിരിക്കുക. നമ്മളത് വിട്ടുകളയുക, അവരോട് വിട്ടുകളയുക. ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവരോട് ക്ഷമിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആ രീതിയിലാണ് ചെയ്യുക. അതിപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ആവശ്യമുള്ളവർ താല്പര്യം നല്ല രീതിക്ക് ജീവിക്കണം, ഈ നിമിഷത്തിൽ ജീവിക്കണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഞാനത് ചെവിയിലേക്ക് എടുക്കില്ല. അതെടുക്കാതിരിക്കാനുള്ളൊരു 3 വേർഡ് ഉണ്ട്. അതും ഞാൻ ചെയ്യാറുണ്ട്. കേൾക്കുന്നില്ല, അതൊരു മൈൻഡിലേക്ക് വരുമ്പോൾ അതങ്ങടെ അതങ്ങടെ വിട്ട് കളയും. അപ്പോൾ അതേപോലെ അപ്പോൾ ഒരാളാണ് നെഗറ്റീവ് പറയാൻ വരികയാണെങ്കിൽ ഞാൻ തന്നെ മാനിഫെസ്റ്റ് ചെയ്യും. അതായത് അവരെന്നോട് പോസിറ്റീവായിട്ട് പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പറയും. പക്ഷെ ഓട്ടോമാറ്റിക്കലി അവർ പറയും. ഒരു 10 എണ്ണം പറയണവർ 5 എണ്ണമായിട്ട് കുറയ്ക്കും. പതുക്കെ കുറയ്ക്കും. അല്ലെങ്കിൽ അവർക്ക് നമ്മളൊരാൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പവർഫുൾ ആവുകയാണ്. നമ്മളെ പ്രപഞ്ചം പ്രൊട്ടക്റ്റ് ചെയ്യും അങ്ങനെയുള്ളവരിൽ നിന്നും. അപ്പോൾ അവർക്ക് പറയാതിരിക്കാനുള്ള കാര്യങ്ങൾ വേറെ പലതും വരും. ഓക്കെ, അപ്പോൾ അതാണ് മെഡിറ്റേഷൻ്റെ ഗുണം. അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കാട്ടിലും മലയിലും ഇരിക്കുക പണ്ടത്തെ പോലെയല്ല. അപ്പോൾ നല്ല രീതിക്ക് ജീവിക്കാൻ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് വലിയ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.